السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود النار ذات الوقود إذ هم عليها قود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. इन आयात का तर्जुमा है कि कसम है बुर्जों वाले आसमान की. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: രാശികളുള്ള ആകാശത്തെ കൊണ്ട് സത്യം, വാഗ്ദത്തം ചെയ്യപ്പെട്ട നാളിനെ കൊണ്ടും സത്യം, സാക്ഷിയെ കൊണ്ടും സാക്ഷ്യം വഹിക്കപ്പെടുന്ന ആളെ കൊണ്ടും സത്യം, കിടങ്ങിന്റെ ഉടമസ്ഥർ, ആ വിറകിട്ട് കത്തിക്കപ്പെട്ട അഗ്നിയുടെ ഉടമസ്ഥർ നശിക്കട്ടെ. സത്യവിശ്വാസികളോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾക്ക് സാക്ഷികളായും കൊണ്ട് അവർ അതിനരികെ ഇരിക്കുകയായിരുന്നപ്പോൾ പ്രതാപവാനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു എന്നതിനല്ലാതെ അവർ അവരെ വെറുത്തിരുന്നില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഉള്ളവനത്രേ അവൻ. അള്ളാഹു സകല കാര്യത്തിനും സാക്ഷിയാകുന്നു. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും പീഡിപ്പിക്കുകയും എന്നിട്ട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നരകശിക്ഷയുണ്ടാകും.
जिनके दाम എരിച്ചു കളയുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാകട്ടെ അവർക്ക് തായോരത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ ലഭിക്കുന്നതാണ്. അതെത്ര മഹത്തായ വിജയം! इस्लाम की സൂറത്തുൽ ബുറൂജിലെ ആയത്തുകളാണിവ. असल तालीम का हर जमाने में महफूज रहने ഇതിൽ ഇസ്ലാമിന്റെ नशत सानिया के लिए मसीह मौत के आने का भी जिक्र है। യഥാർത്ഥ അധ്യാപനങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണെന്ന് പറയുന്നതോടൊപ്പം और आपकी ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിനായി മസീഹ് മൗദിന്റെ വരവിനെക്കുറിച്ചുള്ള പരാമർശവും अफराद जमा മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ ജമാഅത്തിന്റെയും അദ്ദേഹത്തിന്റെ ശത്രുക്കളെയും എതിരാളികളെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജമാഅത്തംഗങ്ങളെ ത്യാഗത്തിന് തയ്യാറാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. को सामना करना पड़ेगा। ऐसी मुखालफत और तकालीफ होंगी जो ജമാഅത്തംഗങ്ങൾ പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറാകണമെന്നും ഒരു ദീർഘകാലം വരെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും बल्कि एक അതിനെ നേരിടാൻ സജ്ജരാകണമെന്നും ഇതിൽ ഉണർത്തിയിരിക്കുന്നു. जो मोमनों को എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അള്ളാഹു മിണ്ടാതിരിക്കുകയില്ല. മറിച്ച് ഒരു കാലം വരും അന്ന് വിശ്വാസികളെ പീഡിപ്പിക്കുന്നവർ अहमदियों को जलाना നരകത്തിന്റെ या जला ശിക്ഷ കാണുന്നതായിരിക്കും. कर रहे हैं ഏതൊരു അഗ്നിയിൽ അഹമ്മദികളെ തള്ളിവിടാൻ ഇവർ ശ്രമിച്ചുവോ അതല്ലെങ്കിൽ ഏതൊരു അഗ്നി ഇവർ കത്തിക്കുന്നുവോ जन्नतें हैं। അതിനേക്കാളും വലിയ അഗ്നിയിൽ ഇവർ വെന്തെരിയുന്നതാണ്. അഹമ്മദികൾക്ക് വേണ്ടി വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി സ്വർഗങ്ങൾ ലഭിക്കുന്നതാണ്. വിജയങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ്. और हर मोमिन को ജമാഅത്തിന് ജമാഅത്ത് എന്ന നിലയിൽ ഈ ലോകത്തും വിജയത്തിന്റെ സുവാർത്ത ഇതിലുണ്ട്. ഓരോ വിശ്വാസിക്കും സ്വർഗത്തിലെ വിജയശ്രീലാളിതമായ ജീവിതത്തെക്കുറിച്ചുള്ള आयात पर സന്തോഷ വാർത്തയും ഇതിൽ ഉൾക്കൊള്ളുന്നു. और जरा तफसील ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളുടെ സാരമാണിത്. आजकल के നാം ഈ ആയത്തുകളെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ सदाकत पर यकीन बढ़ता है। ഇന്നുള്ള ജമാഅത്തിന്റെ അവസ്ഥ പരിഗണിക്കുമ്പോൾ इस्लाम की सदाकत पर यकीन വിശുദ്ധ ഖുർആന്റെ സത്യതയിൽ ദൃഢവിശ്വാസം വർദ്ധിക്കുന്നതോടൊപ്പം बात पर തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തിൽ ദൃഢവിശ്വാസം അധികരിക്കുകയും ചെയ്യുന്നു. तौर पर അതോടൊപ്പം അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസത്തിലും बात बयान फरमाते ദൃഢജ്ഞാനത്തിലും एक नक्शा വർധന വരികയും ചെയ്യുന്നു. और उसी तरह അവൻ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് പ്രവചനം നടത്തുകയും അതിന്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാണിക്കുകയും भरा भरा रहने ചെയ്തു. या അതെല്ലാം അതേപോലെ പൂർത്തിയാകുന്നത് കാണുകയും ചെയ്യുന്നു. ഇസ്ലാം എല്ലാ കാലത്തും പച്ചളിപ്പുള്ളതായി നിൽക്കുന്നതാണ്. അത് കുറഞ്ഞ പ്രദേശത്തും ദേശവാസികളിൽ ഇടയിലാണെങ്കിലും ശരി. और फिर इस तरह होता भी चला जाता है। और फिर ഇവിടെ एक ऐसे मौत के आने की खुशखबरी भी देता है ഇസ്ലാം सल्लल्लाहु अलैहि वसल्लम के നിലനിൽക്കുമെന്ന് സമാശ്വസിപ്പിക്കുന്നു. അത് അതേപോലെ പുലരുകയും ചെയ്യുന്നു. അതോടൊപ്പം ഒരു വാഗ്ദത്ത പുരുഷന്റെ पहले होता ആഗമനത്തെക്കുറിച്ച് സുവാർത്ത നൽകുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം പരിമിതമായ ജനങ്ങളിലോ സ്ഥലങ്ങളിലോ മാത്രം ഒതുക്കി നിർത്താതെ, കാരണം മുമ്പുള്ള മുജദ്ദിദുമാരുടെ കാലത്ത് അങ്ങനെയായിരുന്നു. മറിച്ച് അദ്ദേഹം ലോകം മുഴുവനും എല്ലാ സമുദായങ്ങളിലും വ്യാപിപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തിന്റെ തിളക്കം ലോകത്ത് കാണിച്ചു കൊടുക്കുന്നതാണ്. ഈ പ്രവചനവും ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ലോകത്തിലെ എല്ലാ രാജ്യത്തും ഒരു ജമാഅത്ത് സ്ഥാപിച്ചുകൊണ്ട് ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ इस शाहिद मसीह मौत में बस എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ मसीह വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മജ്ഞാനം ജമാഅത്തിന് ഈ ഷാഹിദ് വാഗ്ദത്ത മസീഹ് നൽകുകയുണ്ടായി. അതുകൊണ്ട് दिखा रहा ഇതെല്ലാം തന്നെ വാഗ്ദത്ത മസീഹിന്റെയും
ജമാഅത്തിന്റെയും बात का हिस्सा बनकर സത്യസാക്ഷ്യം പകൽ വെളിച്ചം പോലെ പ്രഭാപൂരിതമാക്കുന്നുണ്ട്. मशहूद की सच्चाई की गवाही दे ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ട നാം ഭാഗ്യവാന്മാരാണ്. आगे बढ़ाने के लिए आए। മഹാനായ ആ മഹാത്മാവ് വന്നത് മഷ്ഹൂദിന്റെ സാക്ഷ്യം നൽകപ്പെടുന്ന വ്യക്തിയുടെ സത്യത്തെ ലോകത്ത് തെളിയിച്ചു കാട്ടാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ്. അദ്ദേഹത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യം ലോകത്ത് പ്രകാശിപ്പിക്കാൻ അള്ളാഹു തന്റെ ഫളിലിനാൽ അയച്ചതാണ്, തന്റെ വാഗ്ദാന പ്രകാരം അയച്ചതാണ്. अल्लाह ताला ने വിശുദ്ധ ഖുർആന്റെ മനോഹര അധ്യാപനങ്ങളുടെ സത്യസാക്ഷ്യം, दर कराने वाली അതിന്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള സ്ഥാനം वाली എന്നിവ ലോകത്ത് സ്ഥാപിച്ചു കാണിക്കാനാണ് അള്ളാഹു അദ്ദേഹത്തെ അയച്ചത്. पाक അദ്ദേഹം ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ തെറ്റായ കാര്യങ്ങളും आ हजरत എല്ലാ ബിദ്അത്തുകളും അകറ്റി ഇസ്ലാമിന്റെ മനോഹര സന്ദേശത്തെ ലോകത്തിന്റെ സമക്ഷം സമർപ്പിക്കാനാണ് വന്നത്. ആ മഹാത്മാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ इस्लाम ഉന്നത സ്ഥാന മഹാത്മ്യങ്ങളെ ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. वो लोग जिनके दिल में ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തിനു മുമ്പ് ഇസ്ലാമിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ജനങ്ങൾ ഒരു ഷാഹിദിനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. दीन बाकी ना ഇസ്ലാമിനോട് സ്നേഹമുള്ളവർ गया नाम बाकी അസ്വസ്ഥരായിരുന്നു. सिर्फ एक शख्स की सजा नहीं थी बल्कि അതുകൊണ്ട് ഹാലി എന്ന കവി പറയുകയുണ്ടായി, രഹാ ദീന് ബാക്കി ന ഇസ്ലാം ബാക്കി, ഇക്ക് ഇസ്ലാം കരഹ് ഗയ നാം ബാക്കി. മതവും ഇസ്ലാമും ഇല്ലാതായിരിക്കുന്നു, ഇസ്ലാമിന്റെ പേര് മാത്രമായി അവശേഷിച്ചിരിക്കുന്നു. ഈ ഒരു വിലാപം ഒരാളുടെ മാത്രം വിലാപമായിരുന്നില്ല, മറിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ വാക്കുകളിലൂടെ ഈ വിലാപം ഉയർന്നിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് उस वक्त और उस जमाने में नहीं കാലഘട്ടം ആവശ്യപ്പെട്ട അവസരത്തിലായിരുന്നു നടന്നത്. आपकी जरूरत थी, महसूस की जा रही थी, बल्कि आज भी ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദിച്ച കാലത്തേക്ക് മാത്രമായിരുന്നില്ല वसल्लम के ആ മഹാത്മാവിന്റെ ആവശ്യം, दुनिया तलाश कर रही है या करना चाहती है। മറിച്ച് ഇന്നും की आवाज है ഒരു പരിഷ്കർത്താവിനെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയെ ലോകം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. जलसे की तकरीर में मैंने इसकी സൽപ്രകൃതരായ ഓരോരുത്തരുടെയും ശബ്ദം पढ़ दिए थे, इसलिए इसकी तफसील में इस वक्त तो नहीं ആരെങ്കിലും വന്ന് മുസ്ലിം ഉമ്മത്തിനെ സംസ്കരിച്ചിരുന്നെങ്കിൽ എന്നാണ്. बड़ी अच्छी तरह ഈ വർഷത്തെ ജൽസയിലെ പ്രസംഗത്തിൽ ഇതിന്റെ വിശദീകരണമായി അന്യരുടെ ഉദ്ധരണികളും ഞാൻ കേൾപ്പിച്ചിരുന്നു. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. और सिर्फ अहमदी ചുരുക്കത്തിൽ बल्कि ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിനായാണ് അള്ളാഹു അയച്ചത് എന്ന കാര്യം ഓരോ അഹമ്മദിയും നല്ലപോലെ അറിയുന്നു. അഹമ്മദികൾ മാത്രമല്ല, സൽപ്രകൃതരായ അന്യരും मैं बताया भी അഹമ്മദിയ ജമാഅത്ത് ഒന്ന് മാത്രമാണ് ഇസ്ലാമിനെ സേവിക്കുന്ന കർത്തവ്യം യഥാർത്ഥ അർത്ഥത്തിൽ നിർവഹിക്കുന്നതെന്ന് तो जमात अहमदी അവരും സമ്മതിക്കുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. जो कोशिश വക്കീൽമാരുടെ ഒരു സദസ്സിൽ അവർ പറഞ്ഞത്, വക്കീൽമാരുടെ ഭാഗത്ത് നിന്ന് ഒരുമിച്ച് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ സംഘടിപ്പിക്കാൻ അഹമ്മദിയ ജമാഅത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇതുപോലെ ഏതൊരു കാര്യമെടുത്താലും ശരി, അഹമ്മദിയ ജമാഅത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട് സൽപ്രകൃതക്കാരായ എല്ലാവരും പറയുന്നത് ഇത് ചെയ്യാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. കാരണം ഇവർ സുസംഘടിതമായ ജമാഅത്താണ്. നീതിബോധത്തോടെ ഇത് നിരീക്ഷിക്കുമ്പോൾ ഇത് സത്യമാണെന്ന് വ്യക്തമാകുന്നതാണ്. ഇക്കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. है जो आ हजरत सल्लल्लाहु अलैहि वसल्लम ഇതിന് ഉദാഹരണം बढ़ने वाले മറ്റെവിടെയും ലഭിക്കില്ല. അദ്ദേഹം നൽകിയിരിക്കുന്ന അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാത്മാവിനാൽ സ്ഥാപിതമായ ജമാഅത്താണ് सही रद्द अमल का തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ വരുന്ന ഓരോ കൈകളെയും തടയുന്നതും അസഭ്യം പുലമ്പുന്ന ഓരോ നാവിനെയും തടയുന്നതിനും വേണ്ടി ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നത്. मजीद मौका दे रहा है। മറ്റു മുസ്ലിങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലുള്ളതാണ്? അത് मजीद अपनी
अपनी जुबानें खोलने, ഇസ്ലാമിന്റെ ശത്രുശക്തികൾക്ക് ഇസ്ലാമിനെതിരിൽ വാചാലമാകാനും വായിൽ വരുന്നത് വിളിച്ചു പറയാനും പരിഹസിക്കാനും അവസരം നൽകുകയാണ് ചെയ്യുന്നത്. किस किस्म के फतवे दे रहे हैं, उनके फतवे तो कत्ल गारत के फतवे, കാരണം या अपने ही मुल्कों में പണ്ഡിതവർഗം अपनी ही जायदादों ഈ രീതിയിലുള്ള ഫത്വകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഫത്വകൾ को मारना। കൊലക്കും കൊള്ളിവെപ്പിനുമുള്ള ഫത്വകളാണ്. लेकिन जब अहमदी അതല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ देखते हैं അവരുടെ തന്നെ സ്വത്തുക്കളെ मुस्लिमों में से കത്തിക്കാനും इंसाफ സ്വന്തം ആളുകളെ തന്നെ വധിക്കാനും വേണ്ടിയുള്ളതാണ്. में कुछ शराफत है तबीयत में, ഇതാണ് അവരുടെ പ്രതികരണം. जब बात सुनते हैं എന്നാൽ അഹമ്മദികളുടെ പ്രതികരണം ഇവർ കാണുമ്പോൾ की तस्वीर का ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങൾ उनमें से शर्मिंदा भी होता അഹമ്മദികളിൽ നിന്നും കേൾക്കുമ്പോൾ है। और हजरत सल्लल्लाहु अलैहि वसल्लम के നീതിബോധമുള്ള बोलने वालों, മാന്യതയുള്ള अदा करने वालों അമുസ്ലിങ്ങളിൽ ചിലർ बुरा भी कहते हैं। നാണിച്ച് തലതാഴ്ത്തുകയും ചെയ്യുന്നു. एक जगह फंक्शन തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നവരെയും के അസഭ്യം പറയുന്നവരെയും ईसाई ने आकर അവർ അപലപിക്കുകയും ചെയ്യുന്നു. तारीफ में बोला, और കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് വരികയുണ്ടായി. उसने कहा ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു ഒരു സ്ഥലത്ത്. റിപ്പോർട്ട് എഴുതുന്ന അഹമ്മദി എഴുതുന്നു, इस तरह इन लोगों को ആ പരിപാടിയിൽ ഒരു ക്രിസ്ത്യൻ ലേഡി വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. अपने लोगों में അത് കേട്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു. बहरहाल തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ സ്ഥാനമാഹാത്മ്യത്തെ അവരുടെ തന്നെ ജനങ്ങളിൽ എത്തിക്കുന്ന ആളുകളെ അള്ളാഹു അവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. अहमदी का रद्द-ए-अमल ये है, എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ആളുകളല്ല ഉണ്ടാവുക. നല്ലവരുണ്ടാകും, മോശപ്പെട്ടവരുമുണ്ടാകും. इस्लाम की खूबसूरत तालीम അതിനാൽ നമ്മുടെ പ്രതികരണം ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്ര ജീവിതത്തെ ലോകത്തിനു മുമ്പാകെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് അഹമ്മദികൾ പ്രതികരിക്കേണ്ടത്. ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തെ ലോകത്തിനു മുമ്പാകെ സമർപ്പിക്കുക. ലോകത്തിന്റെ യഥാർത്ഥ രക്ഷകൻ ഈ ഒരു പ്രവാചകനാണെന്ന് ലോകത്തോട് തുറന്നു പറയണം. ले जाने का रास्ता ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ് പൂർണ്ണവും സമ്പൂർണവുമായ അധ്യാപനങ്ങളെന്ന് ലോകത്തോട് പറയേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വഴി കാണിച്ചു തരുന്ന അധ്യാപനം ഇത് തന്നെയാണ്. हजरत सल्लल्लाहु अलैहि वसल्लम ने तो അതുകൊണ്ട് നിങ്ങൾ മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവാചകനൊപ്പം അദ്ദേഹത്തിന്റെ അധ്യാപനത്തോടൊപ്പം പറ്റിപ്പിടിച്ചു നിൽക്കുക. बाखुदा തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടറബികളെയും को मोहब्बत और सुलह का सफीर बना दिया। അക്ഷരജ്ഞാനമില്ലാത്ത പാമരരെയും खुदा ताला की मखलूक ദൈവിക മനുഷ്യരാക്കി മാറ്റിക്കൊണ്ട് दिलों में मोहब्बत की അവരെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതിനിധികളാക്കി മാറ്റിയിരുന്നു. ये मोइज़े दिखाए हैं, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കായി സ്നേഹത്തിന്റെ ദീപം അവരുടെ ഹൃദയങ്ങളിൽ തെളിയിച്ചു. और यही मोइज़े दिखाने के लिए ഇസ്ലാം ഈ ഒരു അത്ഭുത ദൃഷ്ടാന്തമാണ് കാണിച്ചത്. तजदीद के लिए തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മൂജിസത്താണിത്. सल्लल्लाहु अलैहि वसल्लम ഈ മൂജിസത്ത് കാണിക്കാനും ഈ കാര്യങ്ങളെ പുനർജനിപ്പിക്കാനും നവമായ രീതിയിൽ ലോകത്തിന് പറഞ്ഞുകൊടുക്കാനും या വേണ്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയെ അള്ളാഹു നിയോഗിച്ചയച്ചത്. മുകളിലെ ആയത്തുകളിൽ मैं वापस इस बात की तरफ आता हूँ, ये जो ഷാഹിദ് എന്നാണ് ആ മഹാത്മിന് നൽകിയിരിക്കുന്ന വിശേഷണം. मुसलमानों का क्या रहता है, അള്ളാഹു അയച്ച ഈ ഷാഹിദിന്റെ വാദത്തിന് ശേഷം മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. बावजूद इसके ഞാൻ പറഞ്ഞതുപോലെ महसूस കാലഘട്ടത്തിൽ ഒരു പരിഷ്കർത്താവിന്റെ ആവശ്യമുണ്ടെന്ന് സമ്മതിക്കുകയും അത് ഏറ്റു പറയുകയും ചെയ്തിട്ടും जब इस शाहिद को अल्लाह ताला ने भेजा तो उसके लिए रद्द-ए-अमल उन्होंने क्या दिखाया, उसको किस तरह ആ ഷാഹിദിനെ അള്ളാഹു അയച്ചപ്പോൾ उसका അവർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത്, और അദ്ദേഹത്തിന്റെ ये तो होना था क्योंकि आयात में भी इसी से जाहिर होता है വാദത്തിന് ഏത് രീതിയിലാണ് इन लोगों की तरफ से അവർ മറുപടി പറഞ്ഞത്. यही अल्लाह ताला ने इन आयात അത് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇവർ ചെയ്യേണ്ടിയിരുന്നത്. കാരണം അദ്ദേഹത്തെ നിഷേധിക്കുമെന്ന് മുകളിലെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. सदाकत दिलों में ഈ ആയത്തുകളിൽ ഇതിന്റെ രൂപരേഖയാണ് അള്ളാഹു വരച്ചു കാണിച്ചത്. कुरान करीम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയെ दुनिया को बताने യഥാർത്ഥ രീതിയിൽ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിപ്പിക്കുന്നതിനായി
जब वो आएगा വിശുദ്ധ ഖുർആന്റെ മനോഹര അധ്യാപനങ്ങളെ ലോകത്തിനു മുമ്പിൽ വിളംബരപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹു വാഗ്ദത്ത മസീഹിനെ അയക്കുന്നതാണ്. खौफनाक मुसाइब और मुखालफतों അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിനും यही അദ്ദേഹത്തിന്റെ ജമാഅത്തിനും इंतजार करने वाले भी അതിഭീകരമായ എതിർപ്പുകളെ कि इस्लाम നേരിടേണ്ടി വരുന്നതാണ്. दीन बाकी रह का नाम बाकी रह गया ഇസ്ലാമിന്റെ നാമം മാത്രമാണ് और मुखालफीन भी അവശേഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിലപിച്ചവർ പോലും कोशिशें जो होंगी അതേപോലെ ഇസ്ലാം അവസാനിച്ചിരിക്കുന്നു എന്നോർത്ത് कोशिशें बन जाएंगी സന്തുഷ്ടരായിരുന്ന ഇസ്ലാമിന്റെ എതിരാളികളും എല്ലാം ഈ ഷാഹിദ് വന്നു കഴിഞ്ഞാൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ അവരിൽ ഭൂരിഭാഗവും തീ ആളിക്കത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇവരെ അഗ്നിയിലേക്ക് വലിച്ചെറിയാൻ അവർ ശ്രമിക്കുന്നതാണ്. हालत है इनकी कि एक तरफ तो मुसलमानों की हालत पर रोना है और अभी तक रोया जा रहा है और दूसरी तरफ अल्लाह ताला ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥയോർത്ത് ഇവർ കരയുന്നു, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. अल्लाह ताला फरमाता है എന്നാൽ മറുഭാഗത്ത് कि ये അള്ളാഹു അയച്ച വ്യക്തിയെ എതിർക്കുന്നതിൽ സീമകളെ അതിലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു പറയുന്നു, पर उसकी लानत भी है ജനങ്ങൾ കത്തിക്കുന്ന ഈ എതിർപ്പിന്റെ അഗ്നി കാരണത്താൽ इसी बात पे मोमिनीन खुश न हो जाए मोमिनीन അവരിൽ हाल ശാപം ഇറങ്ങുന്നതാണ്, पड़ेंगी അവർ നശിപ്പിക്കപ്പെടുന്നതാണ്. और ये कुर्बानियां भी എന്നാൽ വിശ്വാസികൾ ഇതിൽ മാത്രം സന്തോഷിക്കരുത്. वक्ती नहीं होंगी വിശ്വാസികൾക്ക് എന്ത് തന്നെയായാലും ത്യാഗങ്ങൾ സമർപ്പിക്കേണ്ടതായി വരും. खिलाफत की ഈ ത്യാഗങ്ങൾ आग जाती रहेगी താൽക്കാലികമായിരിക്കില്ല, अहमदियों पर കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കില്ല. മറിച്ച് സമയാസമയങ്ങളിൽ ഈ എതിർപ്പിന്റെ അഗ്നി കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. की तरक्की അഹമ്മദികൾക്കെതിരിൽ അക്രമവും മർദ്ദനവും ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അഹമ്മദിയത്ത് के नतीजे में हो അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ പുരോഗതി बार ഈ ത്യാഗത്തിനും കഠിന നാളുകൾക്കും ശേഷമാണ് ലഭിക്കുക. ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് ശേഷമായിരിക്കും പുരോഗതി കൈവരിക്കുക. दिलाई है ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം अहमदियों का തന്റെ വിവിധ ഗ്രന്ഥങ്ങളിലും നിർദ്ദേശങ്ങളിലും अहमदियों ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹമ്മദീയത്തിന്റെ से ज्यादा बढ़ता जा रहा है आजकल എതിർപ്പും अहमदी बच्चों അഹമ്മദികൾക്ക് വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടവും आवाजें ജീവൽ നഷ്ടവും അഹമ്മദികളെ ബൈക്കാട്ട് ചെയ്യുന്നതും ഇത് ചില നാടുകളിലുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോൾ സീമകളെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. इल्मी लिहाज അഹമ്മദി കുട്ടികൾ പോകുമ്പോൾ അങ്ങാടികളിലും തെരുവുകളിലും നിന്നുകൊണ്ട് അവരെ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും, അതേപോലെ അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും എല്ലാ രീതിയിലും അപഹാസ്യങ്ങൾ സഹിക്കേണ്ടി വരുന്നതും, വിജ്ഞാന മേഖലകളിലും അഹമ്മദികളെ തകർക്കാനുള്ള ശ്രമങ്ങളും, जलाई जाएंगी നമ്മുടെ നല്ല കഴിവും പ്രാപ്തിയുമുള്ള കുട്ടികളെ പ്രയാസപ്പെടുത്തുന്നതും, അവരെ ഹോസ്റ്റലുകളിൽ നിന്ന് പുറത്താക്കാനുള്ള നീചശ്രമങ്ങളുമെല്ലാം ഉണ്ടാകുമെന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വിവിധ രീതിയിലുള്ള അഗ്നിയായിരിക്കും ഇവർ കത്തിക്കുന്നത്. ഇങ്ങനെയുള്ള അഗ്നികുണ്ഡത്തിൽ कोशिश की गई है വലിച്ചെറിയാൻ ഇവർ ശ്രമിക്കുന്നതാണ്. जलाया जाए ഇതുപോലെ ബാഹ്യമായ അഗ്നിയിലും ജമാഅത്തങ്ങളെ തള്ളിവിടാൻ ശ്രമിക്കുന്നതാണ്. लोग भी तमाशा 1973 പാകിസ്ഥാനിൽ ജമാഅത്തിനെതിൽ കുഴപ്പമുണ്ടായപ്പോഴും അന്ന് അഹമ്മദി വീടുകളെ അഗ്നിക്കരയ്ക്ക് ആക്കുകയുണ്ടായി. അഹമ്മദികളെ വീടുകളിൽ ജീവനോടെ കത്തിക്കാൻ ശ്രമിച്ചു. പോലീസ് കയ്യും കെട്ടി ഈ തമാശ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റു തരത്തിലുള്ള അഗ്നിയും इस्लाम की ഇതിൽ ഉൾപ്പെടുന്നതാണ്. आएगा തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് മുമ്പേ പറഞ്ഞുകൊടുത്തിരുന്ന ഒരു കാര്യമുണ്ട്. बड़े सख्त ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിനായി വരുന്ന വാഗ്ദത്ത പുരുഷനോടും मुसलमानों की तरफ से भी होंगे അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരോടും അതിനീചമായ അക്രമം നടത്തുന്നതാണ്. कि मुसलमानों ഈ അക്രമങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടാകും. की हालत होगी तो अल्लाह ताला हजरत ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് മുസ്ലിങ്ങളുടെ पूछेगा तो आप सल्लल्लाहु अलैहि वसल्लम को ഭിന്നത രൂക്ഷമാകുമ്പോൾ कि जब तक मैं उन അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് बाद में बिगड़ गए तो अल्लाह ताला बेहतर जानता है ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലമത്രയും അവരുടെ മേൽനോട്ടക്കാരനായിരുന്നു. അതിനുശേഷമാണ് ഇവർ വഴിതെറ്റിയത്. അത് അള്ളാഹുവിന് ശരിക്കും അറിയാവുന്നതാണ്. ഹദ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ അതേ മറുപടിയായിരിക്കും നൽകുക. भड़काएंगे ഈ ശൈഥില്യത്തെ
ശരിയാക്കുന്നതിനായി അള്ളാഹു തന്റെ വാഗ്ദാനപ്രകാരം ഏതൊരു മസീമോദിനെയാണ് അയക്കുന്നത്, അദ്ദേഹത്തിനെതിരിലും ഇവർ खुद भी तैयार തീ ആളി കത്തിക്കുന്നതാണ്, मुख्तलिफ जगहों पर കത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും ഈ എതിർപ്പുകൾ നേരിടാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ സജ്ജരാക്കുകയുണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ ഇത് സംബന്ധമായി പരാമർശം കാണാവുന്നതാണ്. ആപത്തുകളുടെയും പ്രയാസങ്ങളുടെയും കഠിന നാളുകൾ വരുന്നതാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും അവയെ ക്ഷമയോടെ നേരിടുകയും ചെയ്യണമെന്ന് നമ്മെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, ആരാണോ അവസാനം വരെ ക്ഷമ കൈക്കൊള്ളുന്നത്, അവരിൽ പ്രയാസങ്ങളുടെ ഭൂകമ്പങ്ങൾ തന്നെ വന്നാലും അപകടങ്ങളുടെ കൊടുങ്കാറ്റ് തന്നെ അവരിൽ ആഞ്ഞടിച്ചാലും സമൂഹങ്ങൾ പരിഹസിക്കുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്താലും कि मैं अपनी जमात ലോകർ വളരെ വെറുപ്പോടുകൂടി അവരെ സമീപിച്ചാലും അവസാനം വിജയിക്കുന്നവർ ഇവരായിരിക്കും. അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ഇവർക്കായി തുറക്കപ്പെടുന്നതാണ്. പറയുന്നു, അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്റെ ജമാഅത്തിനെ ഇപ്രകാരം അറിയിക്കുക, ഭൗതികതയുടെ ലാഞ്ചനയില്ലാത്ത വിശ്വാസം ഉൾക്കൊണ്ടവർ, കാപട്യത്തിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും സ്വതന്ത്രമായ വിശ്വാസം, അനുസരണത്തിന്റെ എല്ലാ മേഖലകളും फिर आप സ്വായത്തമാക്കിയിട്ടുള്ള വിശ്വാസം, അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ. അള്ളാഹു പറയുന്നു, അവരുടെ പാദങ്ങളാണ് സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. की रोशनी का दिन आएगा जो ഫത്തഹ് ഇസ്ലാം എന്നതിന്റെ ഗ്രന്ഥത്തിൽ ആ മഹാത്മാവ് പറയുന്നു, സത്യം വിജയിക്കും. चढ़ेगा ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ആ പ്രഭാതത്തിന്റെയും ഉണർവിന്റെയും കാലം വീണ്ടും വരുന്നതാണ്. चढ़ने से रोक ആ പ്രഭാകരൻ മുമ്പ് ഉദിച്ചുയർന്നതുപോലെ പരിപൂർണ മഹത്വത്തോടെ വീണ്ടും ഉദിച്ചുയരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. കഠിനാധ്വാനത്തോടും കഠിന പ്രയത്നത്തോടും കൂടി നാം പരിശ്രമിക്കുന്നത് വരെ ആകാശം അത് ഉദിച്ചുയരുന്നതിൽ നിന്നും തടയേണ്ടത് തന്നെയാണ്. അതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമ്മുടെ സുഖങ്ങളെയെല്ലാം നാം വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. बातों में एक खास रंग पैदा ഭീകരതയുടെ നാളുകളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമെന്ന് കരുതരുത്. फिर फरमाते അല്ലാത്തവരും കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. അവർ ദുആയിലും ആരാധനയിലും ഒരു പ്രത്യേക അവസ്ഥ സംജാതമാക്കേണ്ടതാണ്. തങ്ങളുടെ നമസ്കാരങ്ങളിലും തങ്ങളുടെ തഹജ്ജുദുകളിലും ഒരു പ്രത്യേക അവസ്ഥ സംജാതമാക്കുക. फरमाया ആ മഹാത്മാവ് പറയുന്നു, फिदिया मांगता है ഇസ്ലാമിന്റെ അഭിമാന സംരക്ഷണത്തിനായി എല്ലാ നിന്ദ്യതയും സ്വീകരിക്കാത്തതുവരെ ഇത് സംഭവിക്കുന്നതല്ല. ഇസ്ലാമിന്റെ ജീവൻ നമ്മിൽ നിന്നും ഒരു ഫിദിയ ആവശ്യപ്പെടുന്നു. അതെന്താണ്? ഇതയമാർഗത്തിലുള്ള നമ്മുടെ മരണം. पता हमारी ഈ ഒരു മൃത്യുവിലാണ് ഇസ്ലാമിന്റെ ജീവനും മുസ്ലിങ്ങളുടെ ജീവനും സജീവനായ ദൈവത്തിന്റെ പ്രകടനവും നിലകൊള്ളുന്നത്. അതുകൊണ്ട് അന്തിമ വിജയം നമ്മളുടേത് തന്നെയാണ്. ഇസ്ലാമിന്റെ വിജയം തീർച്ചയായും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായും में अल्लाह ताला അദ്ദേഹത്തിന്റെ जमाഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. लाई है എന്നാൽ ഇതിനായി നമുക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി खींचा गया അഗ്നിയിൽ വെന്തെരിയാൻ वक्तन फक्तन തയ്യാറായിരിക്കുക എന്ന് ഈ അധ്യായത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നു. और जात എതിർപ്പിന്റെ ഒരു രൂപരേഖയാണ് ഇവിടെ തരുന്നത്. भड़काई जा रही है പാകിസ്ഥാനിൽ അഹമ്മദികൾക്കെതിരിൽ से സമയാസമയങ്ങളിൽ हालत എതിർപ്പിന്റെ ഈ അഗ്നി जितनी इसमें तेजी കത്തിച്ചുകൊണ്ടിരിക്കുന്നു. इसकी എന്നാൽ കഴിഞ്ഞ 2 വർഷമായി कुर्बानी ഇതിൽ जमात ने गुज़श्ता 2 വളരെ साल में दी है ശക്തി കൈവന്നിരിക്കുകയാണ്. बस ये ഇതിനു മുമ്പ് ഇതുപോലുള്ളത് കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ജമാഅത്ത് നൽകിയിരിക്കുന്ന ജീവിതങ്ങൾ फतूहात की ഇതിനു മുമ്പ് तसल्ली भी दिलाई है ഇത്ര നൽകിയിട്ടില്ല. ഈ കുർബാനികൾ ഒരിക്കലും പാഴായി പോകുന്നതല്ല. ഇത് വിജയങ്ങൾ കാണിക്കുന്നതിനുള്ളതാണ്. कुर्बानियों के അള്ളാഹു ഈ വിജയങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. के सहाबा ചരിത്രവും ഇതിന് സാക്ഷിയാണ്. के जमाने पर ഇவ்வித ത്യാഗങ്ങൾക്ക് ശേഷമേ വിജയങ്ങൾ ലഭിക്കുകയുള്ളൂ. कैसे कैसे मसाइब उठा ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, तला हुए തിരു സഹാബത്തിന്റെ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. खुदा की राह അവർ ദീനിനു വേണ്ടി എന്തെന്തെല്ലാം പ്രയാസങ്ങളാണ് സഹിച്ചത്, എന്തെന്തെല്ലാം ദുഃഖങ്ങളിലാണ് അവർ അകപ്പെട്ടത്. പകലോ രാത്രിയോ അവർ വിശ്രമിച്ചില്ല. की जमात അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ പ്രയാസങ്ങളും അവർ സഹിച്ചു. ജീവൻ പോലും അവർ ത്യജിക്കുകയുണ്ടായി. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകളും തന്റെ ജമാഅത്തിൽ നിന്നും ത്യാഗങ്ങളുടെ പ്രതീക്ഷകളും ഇന്നും ജമാഅത്ത് ശരിക്കും इन गुज़श्ता 2 सालों में മനസ്സിലാക്കിയിരിക്കുന്നു. അത് അവർ ഓർമ്മ വെക്കുന്നു. पेश की है സന്തോഷത്തോടെ തങ്ങളുടെ ജീവൻ അവർ ജമാഅത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എത്രയോ ജീവനുകളാണ് ജമാഅത്ത് സമർപ്പിച്ചത്. अफसोस करने के लिए फोन किया
എനിക്കാരോ എഴുതി, किसी करीबी ने കഴിഞ്ഞ ദിവസങ്ങളിൽ കറാച്ചിയിൽ നടന്ന ഷഹാദത്തിൽ അനുശോചനം അറിയിക്കാൻ ഫോൺ ചെയ്തപ്പോൾ तो मुबारक दो कि हमारे അവരുടെ അടുത്ത घर को भी शहादत ബന്ധുക്കളിൽപ്പെട്ട ഒരു സ്ത്രീ എനിക്ക് എഴുതി. മാതാവോ സഹോദരിയോ എന്നെനിക്കറിയില്ല. അവർ മറുപടി പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ അനുമോദിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. കാരണം ഈ വീടിനും ഷഹാദത്തിന്റെ പദവി ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലാഹോറിലെ ഷഹാദത്തുകളായാലും മണ്ഡി ബഹാഉദ്ദീനിലെ ഷഹാദത്തായാലും ഗട്ടിയാലയിലെ ഷഹാദത്തായാലും കറാച്ചിയിലേതായാലും ത്യാഗത്തിന്റെ ഈ ആത്മാവ് എല്ലായിടങ്ങളിലും എല്ലാ അഹമ്മദികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലാണ് ഞങ്ങളുടെ വിജയമെന്ന് അഹമ്മദികൾക്കറിയാം. അതുകൊണ്ട് അഹമ്മദിയത്തിന്റെ ശത്രുക്കളെ शहादतें कर ലാഹോറിൽ किसी ഡസൻ കണക്കിന് ഷഹാദത്തുകൾ उसके ईमान से हटा नहीं सके, നടത്തിയതിനു ശേഷവും नहीं कर सके। कराची के अहमदियों के നിങ്ങൾക്ക് ഒരു അഹമ്മദിയെ പോലും कभी അവരുടെ വിശ്വാസത്തിൽ നിന്നും അകറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അഹമ്മദികളുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കറാച്ചിയിലെ അഹമ്മദികളെയും ഇളക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇവരുടെ വിശ്വാസത്തിൽ ഒരു കുറവ് വരുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് അഹമ്മദികൾ യഥാർത്ഥാർത്ഥത്തിൽ ഈ ത്യാഗത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹു തആല ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിനായി എല്ലാത്തരം ത്യാഗങ്ങളും നൽകേണ്ടി വരും എന്നവർക്കറിയാം. तकरीबन या चंद दिन के दौरान കറാച്ചിയിൽ 3 शहादतें हुई हैं, കഴിഞ്ഞ നാളുകളിൽ भी हुए हैं जो गुज़िश्ता ഒരാഴ്ചക്കകം 3 उनकी हालत। ഷഹാദത്തുകൾ നടക്കുകയുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. लेकिन जैसा कि मैंने कहा, ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. औरतों को सुनाया ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ബന്ധുക്കളുടെ कर रहा है വിശ്വാസത്തെ कि ये आगे അവർക്ക് പോറലേൽപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. സ്ത്രീകളുടെ ഒരു സംഭവം ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ശത്രുക്കൾ അവരുടെ പൂർണ്ണ കഴിവ് പ്രയോഗിക്കുന്നുണ്ട്. അവർ തീ കത്തിക്കുന്നു, അതിന്റെ സംരക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ये देखें ഇസ്ഹും അലൈഹാ ഖുഊദ്, अहमदियों को नुकसान पहुंचाने ഇങ്ങനെയുള്ള അവസ്ഥ അവർ സംജാതമാക്കുന്നുണ്ട്. कोशिश कामयाब होती है और उसकी निगरानी की जाती है। उस पर बैठे हुए അഹ്മദികളെ കട്ടപ്പെടുത്തുന്നതും അവരെ इस निगरानी അഗ്നിക്കിരക്കുന്നതുമെല്ലാം अहमदियों की कर रहे എന്തുമാത്രം വിജയിക്കുന്നുണ്ടെന്നത് हैं, उससे कोशिश അവർ നോക്കിപ്പാർക്കുകയാണ്. उसकी एक ये भी सूरत सामने आई അതിനു ചുറ്റും ഇരിക്കുകയാണ് ഇവർ. कि अफराद को शहीद किया गया। इनको भी मैंने जिक्र किया है। कराची എതിരാളികൾ ഈ അക്രമത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം നമ്മുടെ മുമ്പാകെ വന്നത് ഇപ്രകാരമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഷഹീദാക്കിയതിനു ശേഷം, കറാച്ചിയിലെ തന്നെ സംഭവമാണ്, പരിക്കേറ്റവർക്ക് ചികിത്സ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റൽ അധികാരികളിൽ സമ്മർദ്ദം ചെലുത്താൻ ഈ മുല്ലാവർഗവും അവരുടെ കിങ്കരന്മാരും ഹോസ്പിറ്റലിൽ എത്തുകയുണ്ടായി. इतना इलाज ആദ്യം വെടിവെക്കുകയും പിന്നീട് ചികിത്സ ശരിയായ രീതിയിൽ നടത്താതിരിക്കാൻ അവരെ ചികിത്സിക്കുന്ന സ്ഥലത്ത് പോയി സമ്മർദ്ദം ഇടുകയും ചെയ്യുന്നു. असल जुल्म ये അങ്ങനെ ഈ അഗ്നിക്ക് അവർ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ അക്രമികളുടെ അവസ്ഥ. എന്നാൽ ഈ അക്രമമെല്ലാം ചെയ്യുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പേരിലാണ്. ഏറ്റവും വലിയ അക്രമം എന്നത് ഇതെല്ലാം ചെയ്തത് ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ്. बेइल्म തങ്ങളുടെ അക്രമത്തിനും മർദ്ദനത്തിനും മേൽ മറയിടാനാണ് ഇവർ ഇത് ചെയ്യുന്നത്. തീർച്ചയായും ഇവർ അള്ളാഹുവിന്റെ പിടിയിൽ വരുന്നതാണ്. जैसा कि मैंने कहा, ഇവർ തങ്ങളുടെ കൂടെ പാമര ജനങ്ങളെ കൂടെ കൂട്ടി അവരുടെ വികാരങ്ങളെ ഇളക്കിവിട്ട് അഹമ്മദികളെ ദീനിന്റെ പേരിൽ അക്രമത്തിനിരയാക്കുകയാണ്. ഇവർ എല്ലാം അറിഞ്ഞുകൊണ്ടും और अल्लाह ताला फरमाता തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിനെതിരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ അക്രമങ്ങളെല്ലാം ഇവർ അയച്ചുവിടുകയാണ്. और अगले അള്ളാഹു പറയുന്നു, ഫലഹും അസാബു ജഹന്നമ വലഹും അസാബുൽ ഹരീഖ്, അവർക്ക് നരക ശിക്ഷയുണ്ടായിരിക്കും, അഗ്നിയുടെ ശിക്ഷയും ഉണ്ടായിരിക്കും. ഈ ലോകത്ത് ശിക്ഷ ലഭിക്കുന്നതാണ്, പരലോകത്തും ശിക്ഷ ലഭിക്കുന്നതാണ്. जा सकते हैं। तो अगर तौबा न की, അതുകൊണ്ട് ഇവർ തൗബ ചെയ്യുന്നില്ലെങ്കിൽ, इसी तरह കാരണം അള്ളാഹു പറയുന്നത് തൗബ ചെയ്യുകയാണെങ്കിൽ പൊറുക്കപ്പെട്ടേക്കാം. तुम पर जुल्म करते रहे, ഇവർ തൗബ ചെയ്യുന്നില്ലെങ്കിൽ, ഇതേപോലെ തന്നെ വിശ്വാസികളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, വിശ്വാസികളെയും വിശ്വാസിനികളെയും ആക്രമിക്കുകയാണെങ്കിൽ, ഈ ലോകത്തും മരണശേഷവും
ഇവർക്ക് ശിക്ഷ സുനിശ്ചിതമാണ്. ഇതാണ് അള്ളാഹു പറയുന്നത്. जिनके नीचे नहरें बहती हैं इस दुनिया में വിശ്വാസികൾക്ക് സ്വർഗമുണ്ട്, पहुंचाकर അവർ അതിൽ സന്തോഷിക്കുക. मुखालफीन തണലേകുന്ന തോട്ടം അവർക്കുണ്ട്, അതിന്റെ താഴോരത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. आगे भड़का रहे हैं, लेकिन अल्लाह ताला के यहाँ ഈ ലോകത്ത് നാനാതരം പ്രയാസങ്ങൾ നൽകി छाओं, നമുക്കെതിരിൽ എതിരാളികൾ തീ കത്തിക്കുന്നു. जबकि मुखालफीन എന്നാൽ അള്ളാഹുവിന്റെ പക്കൽ ഈ വിശ്വാസികൾക്ക് आग मुकद्दर കുളിരേകുന്ന തണലുകളും ശീതള പാനീയങ്ങളും ലഭ്യമാണ്. എന്നാൽ എതിരാളികൾക്ക് എന്നെന്നും നിലനിൽക്കുന്ന दिखाने वाले हैं। അഗ്നിയാണ് ഉള്ളത്. अहमदियों की कुर्बानियां അതിനാൽ अल्लाह ताला के यहाँ പൊതുവിൽ 1500 ഈ എതിർപ്പുകൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം कुरान करीम ധീരത അഹമ്മദികൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലത്ത് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. चाहे वो पाकिस्तान അഹമ്മദികളുടെ ത്യാഗങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പേ വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ തന്നെ അള്ളാഹുവിന്റെ മക്കൾ സ്വീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതൊരു സാധാരണ ബഹുമതിയല്ല. അതിനാൽ പാകിസ്ഥാനിലെ അഹമ്മദികളാണെങ്കിലും ഇന്തോനേഷ്യയിലെ അഹമ്മദികളാണെങ്കിലും ഇന്ത്യയിലെ ചെറു ഗ്രാമങ്ങളിലെ അഹമ്മദികളാണെങ്കിലും ഏതെങ്കിലും അറബ് നാടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, എതിരാളികൾ കത്തിച്ചുവിട്ട എതിർപ്പിന്റെ തീ നാളങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും, या मुस्तकिल അതുമല്ലെങ്കിൽ പാകിസ്ഥാനിലെ അഹമ്മദികളെ എപ്പോഴും തന്നെ നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തവരാണെന്നും നഊദുബില്ലാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയിനെ അംഗീകരിക്കാത്തവരാണെന്നും നിങ്ങൾ ഖാത്തമുൻ നുബുവത്തിന്റെ നിഷേധികളാണെന്നും പറഞ്ഞ് എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ സ്ഥിരമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിക്കെതിരിൽ അസഭ്യങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ട് അഹമ്മദികളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ എല്ലാം ക്ഷമയും അവരുടെ എല്ലാ തരം ത്യാഗങ്ങളും അഹമ്മദികളെ സ്ഥായിയായ സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് വളരെ നീചമായൊരു നോട്ടീസ് അനഹമ്മദികൾ തയ്യാറാക്കി. അതിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോയും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നിട്ടൊരു വലിയ പ്രകടനം നടന്നു പോകുമ്പോൾ इस तस्वीर അതിനെ पाँव के नीचे रोन നിലത്തിടാനായി ജനങ്ങളെ वसलाम നിർത്തുകയും അങ്ങനെ അതിനെ या കാലിനു താഴെ रहे थे ചവിട്ടിമെതിക്കാൻ बदला ले रहे പറയുകയും ചെയ്തു. അങ്ങനെ ഈ ഫോട്ടോയെ ചവിട്ടിമെതിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിന്ദിക്കുകയാണ് എന്നിവർ കണക്കുകൂട്ടി. എന്നാൽ कराची में ഈ ഒരു പ്രവർത്തനം തന്നെ आज നരകം ഇവരിൽ നിർബന്ധമാക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ കറാച്ചിയിൽ इस वक्त 3 ഷഹാദത്തുകൾ നടക്കുകയുണ്ടായി. जनाजे भी पढ़ाऊंगा। അഹമ്മദിയത്തിന്റെ എതിരാളികൾ ഇപ്പോൾ കറാച്ചിയെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. फरमाए ഈ ശുഹദാക്കളുടെ ജനാസ ഞാൻ നമസ്കരിക്കുന്നതാണ്. അള്ളാഹു कतरा ഈ ഷഹീദുകളുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഓരോ ഷഹീദിന്റെയും लाखों करोड़ों को ഓരോ തുള്ളിച്ചോരയും അഹമ്മദിയത്തിന്റെ വിജയത്തെ के लिए कुर्बानियां भी जरूरी हैं। ലക്ഷം മടങ്ങ് കോടി മടങ്ങ് വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. ജമാഅത്തിന്റെ വിജയത്തിന് ത്യാഗങ്ങൾ അനിവാര്യമാണ്. अरे भी जल्द दिखाए। അള്ളാഹു ഈ ത്യാഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് इसी तरह വിജയത്തിന്റെ കാഴ്ചകൾ इनमें से 3-4 जख्म അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ എന്നും നാം ദുആ ചെയ്യേണ്ടതാണ്. शिफाए कामिला वाजिला अता फरमाए। अब പരിക്കേറ്റവർക്ക് വേണ്ടി ദുആ ചെയ്യുക. करता हूं मैं അള്ളാഹു അവർക്ക് വേഗം പരിപൂർണ സുഖം നൽകുമാറാകട്ടെ. मुकरम साद फारूक साहब इब्न मुकरम फारूक ശുഹദാക്കളെ അനുസ്മരിക്കുകയാണ്. जिनको 19 अक्टूबर को शहीद किया गया। ആദ്യത്തെ ഷഹീദ് സഅദ് ഫാറൂഖ് സാഹിബാണ്. ഫാറൂഖ് അഹമ്മദ് കഹലോൻ സാഹിബിന്റെ മകനാണ്. फारूक साहब ഒക്ടോബർ 19 ഷഹീദാക്കപ്പെട്ടത് बख्श साहब कालों ബൽദിയ ടൗൺ കറാച്ചിയിൽ വെച്ച്. शहूद ഷഹീദിന്റെ കുടുംബത്തിൽ മുതുമുത്തച്ഛൻ മുഖേനയാണ് അഹമ്മദിയത്ത് വന്നത്. ചൗധരി അല്ലാബഖ് സാഹിബ് കഹലോൻ ചെക്ക് 117 മുഗലിയ ഷേഖ്പൂര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ നിന്നും കാൽനടയായി കാദിയാനിൽ പോയി അവിടെ പോയി ബയ്യത്ത് ചെയ്തു. 1962 ലയ്യയിൽ പോയി താമസിച്ചു. 1986 को कराची में पैदा हुए। ജോലി സംബന്ധമായി ഷഹീദിന്റെ പിതാവ് കറാച്ചിയിലേക്ക് മാറി താമസിച്ചു. ഇവിടെ അദ്ദേഹം തന്റെ ബിസിനസ് തുടങ്ങി. ഷഹീദ് 1986 ഒക്ടോബർ 5 കറാച്ചിയിലാണ് ജനിച്ചത്. ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷം ബിസിനസ് തുടങ്ങി.
ഒക്ടോബർ 15-ന് 3-4 ദിവസം മുമ്പാണ് ഷഹീദ് മർഹൂമിന്റെ വിവാഹം നടന്നത്. वाकया शहादत इनका इस तरह है कि 19 अक्टूबर വിവാഹം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം ഷഹീദാവുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. बल्दिया टाउन ഷഹാദത്ത് സംഭവം ഇപ്രകാരം വിവരിക്കപ്പെടുന്നു. ഒക്ടോബർ 19-ാം തീയതി വെള്ളിയാഴ്ച സയ്യിദ് ഫാറൂഖ് സാഹിബും അദ്ദേഹത്തിന്റെ പിതാവ് ഫാറൂഖ് അഹമ്മദ് സാഹിബ് കാലുവാൻ സദർ ഹൽക്ക महमूद साहब ബൽദിയ ടൗണും കുടുംബത്തിലെ മറ്റംഗങ്ങളോടൊപ്പം ജുമാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. സയ്യിദ് ഫാറൂഖ് സാഹിബ് ബൈക്കിലായിരുന്നു. പിതാവ് ഫാറൂഖ് അഹമ്മദ് സാഹിബ്, ഭാര്യ പിതാവ് നുസ്രത് മഹമ്മൂദ് സാഹിബ്, സഹോദരൻ ഹമ്മാദ് ഫാറൂഖ് സാഹിബ്, മൂത്താപ്പ മൻസൂർ സാഹിബ്, പിതൃ സഹോദരി ഭർത്താവ് അഷ്റഫ് സാഹിബ് എന്നിവർ കാറിലുമായിരുന്നു. വീട്ടിൽ അടുത്ത് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. സയ്യിദ് ഫാറൂഖ് സാഹിബിനെ മുഖംമൂടികളായ 2 ബൈക്ക് യാത്രക്കാര് പിന്നിൽ നിന്നും വെടിവെക്കുകയുണ്ടായി. ഒരു വെടി വലതു ചെവിക്ക് താഴെ കൊള്ളുകയും അത് ഇടതുവശത്തുകൂടെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അത് കാരണം ഗുരുതരമായി പരിക്കേറ്റ് വീഴുകയുണ്ടായി. അക്രമികൾ കാറ് പിന്തുടർന്ന് ഫയർ ചെയ്തു. അത് കാരണം കാർ ഓടിച്ചിരുന്ന ഷഹീദ് മർഹൂമിന്റെ പിതാവിന് 5 വെടിയേക്കുകയുണ്ടായി. 2 വെടിയുണ്ടകൾ വലതു കൈയിലും 2 ഇടതു കൈയിലും, ഒരു വെടി അദ്ദേഹത്തിന്റെ കഴുത്തിനെ സ്പർശിച്ചുകൊണ്ടും കടന്നു പോവുകയുണ്ടായി. ഷഹീദ് മർഹൂമിന്റെ ഇളയ സഹോദരന് അസീസം അമ്മാദ് ഫാറൂഖിന് ഒരു വെടി നെറ്റിയിൽ കൊണ്ടും തലയോട്ടിയുടെ മുൻഭാഗത്ത് കണ്ണിനു പിറകിൽ വന്ന് തറച്ചു. ഷഹീദ് മർഹൂമിന്റെ ഭാര്യ പിതാവ് ചൗധരി നുസ്രത്ത് മഹമ്മൂദ് സാഹിബ് അദ്ദേഹവും വണ്ടിയിലുണ്ടായിരുന്നു. ഒരു വെടിയുണ്ട കഴുത്തിലും 1 നെഞ്ചത്തും 1 വയറ്റിലുമാണ് കൊണ്ടത്. അദ്ദേഹത്തിന്റെ അവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ല. വെന്റിലേറ്ററിൽ വെച്ചിരിക്കുകയാണ്. അഷ്റഫ് സാഹിബിനും പരിക്കേറ്റിട്ടുണ്ട്. മറ്റു 2 പേര് സുരക്ഷിതരായി. तो शहीद मरहूम के वालिद साहब ने शदीद जख्मी हालत में गाड़ी चलानी शुरू की और पीछे जब देखा तो शहीद मरहूम सड़क पर गिरे हुए थे. സംഭവം നടന്നപ്പോൾ ഷഹീദിന്റെ പിതാവ് മുറിവേറ്റിട്ടും തന്റെ വണ്ടി ഓടിക്കാൻ ശ്രമിച്ചു. गाड़ी चला തിരിഞ്ഞു നോക്കിയപ്പോൾ ഷഹീദ് മർഹൂം റോഡിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ വണ്ടിയിൽ നിർത്തി അവന്റെ അടുത്ത് വന്നു. എന്നിട്ട് അവനെ എടുത്ത് വണ്ടിയിൽ കയറ്റി. മുറിവേറ്റിട്ടും സ്വയം വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഷഹീദ് മർഹൂം വഫാത്താവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹീദ് മർഹൂം മൂസിയായിരുന്നു. റബുവയിൽ ഒക്ടോബർ 21-ന് അദ്ദേഹത്തിന്റെ ജനാദ നമസ്കരിക്കുകയുണ്ടായി. पहले हमारे कमरे में आते ഷഹീദ് മർഹൂം തന്റെ കുടുംബത്തോട് വളരെ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നു, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ റൂമിൽ വന്ന് എന്റെയും എന്റെ പിതാവിന്റെയും കാലുകൾ തടവിത്തരും, ചായ കുടിപ്പിക്കും, AC-യുടെ ഊഷ്മാവ് ക്രമപ്പെടുത്തും, എന്നിട്ട് പോകാൻ അനുവാദം ചോദിക്കും. അനുസരണത്തിന്റെ എല്ലാ വശങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഞങ്ങളുടെ ഒരു വാക്കും ഇന്നേ വരെ എതിർത്തിട്ടില്ല. അതേപോലെ മറുത്തൊന്നും പറഞ്ഞിരുന്നില്ല. രക്തദാനം ചെയ്യാൻ വലിയ താല്പര്യമായിരുന്നു. മുഹല്ലയിലോ खून तो ज़ाया ജമാഅത്തിലോ ആർക്ക് രക്തം ആവശ്യമുണ്ടെങ്കിലും ആദ്യം സ്വയം സമർപ്പിക്കുമായിരുന്നു. ഉമ്മ പറയുന്നു, ഞാൻ തടയുമ്പോൾ പറയാറുള്ളത്, ഉമ്മ ഈ രക്തം ഏതായാലും ഒഴുകിപ്പോകും, ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ എത്ര നല്ലതാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരി ഡോക്ടർ സദാ ഫാറൂഖ് तुम्हारा भाई दुनिया से अलग है. പറയുന്നു, ഞങ്ങൾ സഹോദരി സഹോദരന്മാർക്കിടയിൽ സുഹൃത്ത് ബന്ധമാണ് നിലനിന്നിരുന്നത്. ജനങ്ങൾ എന്നോട് പറയാറുള്ളത്, നിന്റെ സഹോദരൻ ഈ ഭൗതിക ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് എന്നാണ്. ഇളയവനായിരുന്നിട്ട് കൂടി കുട്ടികളെ പോലെ എന്നെ പരിപാലിച്ചിരുന്നു. जो भी जिसका भी സ്വാത്വികനും हर एक के दिल സേവന തൽപരനുമായിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല, അവനുമായി ആരെല്ലാം ഇടപെട്ടിട്ടുണ്ടോ അവരുടെ മനസ്സിൽ അവൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ്. അല്ലാഹു തആല അവന്റെ ഖുർബാനി സ്വീകരിക്കുമാറാകട്ടെ. थी. अमेरिका रहती थी वो, तो मुझे शहादत ये कहा करते थे अक्सर, അദ്ദേഹത്തിന്റെ വിധവ പറയുന്നു, നിക്കാഹിന് ശേഷം ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ അമേരിക്കയിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നോട് പലപ്പോഴും എനിക്ക് ഷഹാദത്ത് ലഭിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. वाले थे मुख्तलिफ जमाती खिदमात में, खुदाम अहमदिया की पीर जमात की खिदमात में उन्होंने भरपूर हिस्सा लिया. ജമാഅത്തിന്റെ പ്രോഗ്രാമിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുത്തിരുന്നു. कहते हैं कि शहीद ഖുദ്ദാമുൽ അഹമ്മദിയുടെയും ജമാഅത്തിന്റെയും പ്രവർത്തനങ്ങളിൽ കഴിയുന്നത്ര പങ്കാളിയായിട്ടുണ്ട്. ഖായിദ് ഖുദ്ദാമുൽ അഹമ്മദിയ കറാച്ചി എഴുതുന്നു, ഷഹീദ് പല ഗുണങ്ങളുടെയും ഉടമയായിരുന്നു. ഏറ്റവും കൂടുതലായി എനിക്ക് അനുഭവപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിനയമായിരുന്നു. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്
അദ്ദേഹത്തോട് ഏതെങ്കിലും ജോലി ചെയ്യാൻ എപ്പോൾ പറഞ്ഞാലും വല്ല കാര്യവും അന്വേഷിച്ചാലും തല താഴ്ത്തിക്കൊണ്ട് ദൃഷ്ടി കീഴ്പോട്ടാക്കി ഇത്രമാത്രമാണ് പറയുക, ജി കായ് സാഹിബ്. निगरान मुकर्रर किया था। അദ്ദേഹത്തിന്റെ അനുസരണ നിലവാരം ഉന്നതമായിരുന്നു. ഖിലാഫത്തിന് വേണ്ടി തന്നെ തണ്ടമാക്കുന്ന ആളായിരുന്നു. ഓരോ ഭാരവാഹിയെയും അവരുടെ സ്ഥാനത്തിന്റെ പേരിലാണ് വിളിച്ചിരുന്നത്, ഒരിക്കലും പേര് വിളിക്കാറില്ല. കഴിഞ്ഞ ഒരു വർഷമായി വിനീതൻ ഒരു ബ്ലോക്കിന്റെ മേൽനോട്ടക്കാരനായി അദ്ദേഹത്തെ നിശ്ചയിച്ചിരുന്നു. ആ പ്രദേശത്ത് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഈ ചെറുപ്രായത്തിലും അദ്ദേഹത്തിന്റെ ധൈര്യവും ആത്മാർത്ഥതയും ഉദാഹരിക്കാൻ കഴിയാത്തതാണ്. തന്റെ കീഴിലുള്ള മജ്ലിസുകളെ പലപ്പോഴായി സന്ദർശിക്കുകയുണ്ടായി. ജോലിയെല്ലാം പൂർണ്ണമായി ചെയ്തിരുന്നു. രാത്രി വൈകിയാണെങ്കിലും ജോലി പൂർത്തിയായാൽ ഫോണിൽ വിളിച്ചു പറയുമായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് എപ്പോഴും പറയാറുള്ളത്, താങ്കളുടെ പ്രദേശം അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ്. ഷെയ്ദിന്റെ ആവേശം അനന്യമായിരുന്നു. പ്രയാസമുള്ള അവസരങ്ങളിൽ മജ്ലിസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന്റെ നിസ്തുല്യമായ സഹകരണം എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പിതാവും പരിക്കേറ്റവരിൽപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൽ നിന്നും മകന്റെ ഷഹാദത്തിന്റെ വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചു. ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹം പറഞ്ഞു, ഷഹാദ് ഷഹീദായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അവൻ ഷഹീദായതിൽ എനിക്ക് ദുഃഖമില്ല. എന്റെ ഷഹീദായ മകന്റെ മുഖം എനിക്കൊന്ന് കാണിച്ചു തന്നാലും. അങ്ങനെ അദ്ദേഹം തന്റെ ഷഹീദായ മകന്റെ അടുത്ത് പോവുകയും അവന്റെ നെറ്റിത്തടത്ത് ഉമ്മ വെക്കുകയും അവനോട് വിട പറയുകയും ചെയ്തു. ഈ ഷഹീദിന്റെ പിതാവ്, സഹോദരി, മാതാവ് എന്നിവരെല്ലാം ഇങ്ങനെയുള്ള വികാരം ഉള്ളവരാണ്. ഇവരെ ശത്രുക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഷഹീദിന്റെ ഭാര്യാപിതാവും പരിക്കേറ്റ് കിടക്കുകയാണ്. അതീവ ഗുരുതരമായ അവസ്ഥയിലാണുള്ളത്. തന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്നും വന്നതായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഷഹീദ് ബഷീർ അഹമ്മദ് ഭട്ടി സാഹിബ് ബൽദിയ ടൗൺ കറാച്ചിയിലുള്ള ആളാണ്. ഒക്ടോബർ 23 ഇദ്ദേഹം ഷഹീദാക്കപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വന്നത് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ മിയാൻ അക്ബർ സാഹിബ് മുഖേനയാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്നും ഒരു സംഘം ഖാദിയാനിലേക്ക് പോയിരുന്നു. അവർ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. അവർ തിരിച്ചു വന്നപ്പോൾ പലരും അവർ മുഖേന ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഇതിൽ ഷഹീദിന്റെ ഉപ്പാപ്പയും ഉൾപ്പെട്ടിരുന്നു. രാജൌരി ചാർക്കോട്ട് കാശ്മീരിലാണ് ഇവരുടെ തറവാട്. പിന്നീട് ബഷീർ സാഹിബ് നാസറാബാദിൽ വന്നും കുറച്ചു കാലം താമസിച്ചു. അദ്ദേഹത്തിന്റെ ഷഹാദത്ത് സംഭവം ഇപ്രകാരമാണ്. ബൽദിയ ടൗണിലുള്ള തന്റെ കടയിൽ ഇരിക്കുകയായിരുന്നു. രാത്രി 9:30 ആയിരുന്നു സമയം. 2 ബൈക്ക് യാത്രക്കാർ വരികയും അതിലൊരാൾ അദ്ദേഹത്തെ 3 പ്രാവശ്യം വെടിവെക്കുകയും ഉണ്ടായി. അതിൽ ഒരു വെടിയുണ്ട കഴുത്തിലും മറ്റൊന്ന് നെഞ്ചിലും കൊണ്ടു. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും വടിയിൽ വെച്ച് തന്നെ ഷഹീദാവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ വയസ്സ് ഏകദേശം 67 ആയിരുന്നു. കാശ്മീരിലാണ് ജനിച്ചത്. അക്ഷരാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കൂലിവേല ചെയ്താണ് ജീവിച്ചിരുന്നത്. 1984 കറാച്ചിയിലേക്ക് താമസം മാറ്റി. ഫാക്ടറികളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം വീടിനടുത്ത് ഒരു പലചരക്ക് കട ഇട്ടിരുന്നു. മക്കളെയെല്ലാം വളരെ നല്ല രീതിയിൽ തർബിയത്ത് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഒരു പൗത്രൻ ഇമ്രാൻ നാസിർ സാഹിബ് കഴിഞ്ഞ വർഷം ജാമിയ അഹമ്മദിയയിൽ പഠനത്തിനായി പോയപ്പോൾ അദ്ദേഹം കുട്ടിയെ ദീനി സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപദേശിക്കുകയുണ്ടായി. ജമാഅത്തിന്റെ നിസാമുമായി നല്ലപോലെ സഹകരിച്ചിരുന്നു. ഖിലാഫത്തിനോടുള്ള സ്നേഹത്തിൽ അദ്ദേഹത്തിന് ഹൃദയം ഇഴഞ്ഞു ചേർന്നിരുന്നു. ഭാര്യ കൂടാതെ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും ഇദ്ദേഹത്തിനുണ്ട്. അള്ളാഹു ഇവരെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഷഹാദത്ത് ഡോക്ടർ രാജ അബ്ദുൽ ഹമീദ് ഖാൻ സാഹിബിന്റേതാണ്. അബ്ദുൽ അസീസ് സാഹിബിന്റെ മകനാണ്. അറിവും പരിജ്ഞാനവുമുള്ള സയ്യിദ് റിബാ ബിൻ മിൽ സാഹിബ് ദായി ഇലല്ലാ കറാച്ചി 1994 ഡോക്ടർ രാജ അബ്ദുൽ ഹമീദ് ഖാൻ സാഹിബിന്റെ പിതാവ് അബ്ദുൽ അസീസ് സാഹിബുമായി ബന്ധപ്പെടുകയുണ്ടായി. പല ചോദ്യോത്തര സദസ്സുകളും സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം 1994 തന്നെ ഡോക്ടർ അബ്ദുൽ ഹമീദ് ഖാൻ സാഹിബ് ബയ്യത്ത് ചെയ്ത് നൗമുബായിനിൽ അംഗമായി പ്രവേശിച്ചു. ഇതിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ബയ്യത്ത് ചെയ്തു. ഷഹീദ് മർഹൂമിന്റെ പൂർവ്വ പിതാക്കൾ അഫ്ഗാനിസ്ഥാനിലെ ഗോത്രവുമായി ബന്ധപ്പെട്ടവരാണ്. ഷഹീദ് മർഹൂമിന്റെ ഉപ്പാപ്പ അബ്ദുൽ ഹമീദ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന്റെ പേര് വെച്ചത്. ഹൈദരാബാദ് ദക്കനിലെ നവാബിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഷഹീദ് മർഹൂം 1972 ജനിച്ചത്.
ബൽദിയ ടൗണിൽ തന്നെ ഇന്റർമീഡിയറ്റ് വരെ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. പിന്നീട് നേവിയിൽ സിവിൽ ഫോർമാനായി പ്രവേശിച്ചു. नेवी की ഡോക്ടർ എന്ന് ഇദ്ദേഹത്തിന് പറയുന്നതിന് കാരണം अपने वाले പിതാവിനോടൊപ്പം ക്ലിനിക്കിൽ ഇദ്ദേഹം ഇരിക്കുമായിരുന്നു. അവിടെ അല്പം ചില്ലറ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. 45 നേവി ഡ്യൂട്ടിയിൽ നിന്നും अक्टूबर को തിരിച്ചു വന്നാൽ ക്ലിനിക്കിൽ വന്നിരിക്കും. 8:45 രാത്രി मोटरसाइकिल पर सवार ഒക്ടോബർ 23 തീയതി दाखिल हुआ और उसने 2 ബാക്കി യാത്രക്കാർ വരികയും गोली आपके गाय ഒരേ ബൈക്കിൽ തന്നെ ഇരിക്കുകയും മറ്റൊരു വ്യക്തി ക്ലിനിക്കിൽ പ്രവേശിച്ച് പിസ്റ്റൾ ഉപയോഗിച്ച് 3 പ്രാവശ്യം വെടിവെക്കുകയും ചെയ്തു. नीचे की जानब लगी। ഒരു വെടിയുണ്ട ഇടത്തെ കവിളിലും അത് തുളച്ച് വലതുഭാഗത്തേക്ക് പുറത്തു പോയി. രണ്ടാമത്തെ വെടിയുണ്ട താടിക്ക് താഴെ പതിച്ചു. മൂന്നാമത്തെ വെടിയുണ്ട തോളിലും ഏൽക്കുകയും അത് പുറം ഭാഗത്തൂടെ പുറത്തേക്ക് പോയി. ഈ 3 വെടിയുണ്ടകൾ ഏറ്റത് കാരണം അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷഹീദാവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1994 ബയ്യത്തായിരുന്നു. സെക്രട്ടറി തർബിയത്ത് നൗ മുബായിൻ ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദഅവത്തെ ഇലല്ലയുടെ ഷുബയിൽ നിഗ്രാനായിരുന്നു. നാസിൻ തർബിയത്ത് നൗ മുബായിൻ ആയി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. आप एक इंतहाई ख्याल സൽഗുണ സമ്പന്നനായിരുന്നു. മുഖത്ത് എപ്പോഴും പുഞ്ചിരി നിലനിന്നിരുന്നു. दीन की പതുങ്ങിയ സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, വളരെയധികം എന്നെ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭർത്താവായിരുന്നു. വാത്സല്യനിധിയായ പിതാവായിരുന്നു. ദീനീ സേവനവും ഖിലാഫത്തിനോടുള്ള അനുസരണവും സ്നേഹവും അദ്ദേഹത്തിന്റെ വിശേഷ ഗുണങ്ങളിൽപ്പെട്ടതായിരുന്നു. ഭാര്യ പറയുന്നു, ബൽദിയ ടൗണിൽ നടന്നുവരുന്ന ഷഹാദാത്തുകൾ കാരണമായി അവിടെ സംഘർഷം നിലനിന്നിരുന്നു. ഷഹീദ് മർഹൂം ഷഹാദത്തിന് ഒരു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ചില അഹമ്മദി വീടുകൾ ഇപ്പോഴുള്ള അവസ്ഥ കാരണം ഇവിടെ നിന്നും വിട്ടുപോവുകയാണ്. ഇങ്ങനെ ചെയ്താൽ ശത്രുക്കൾ തങ്ങളുടെ പദ്ധതിയിൽ വിജയിക്കുകയല്ലേ ചെയ്യുക. എന്നിട്ട് ഗദ്ഗതത്തോടുകൂടി പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ ആഗ്രഹം അള്ളാഹുവിന്റെ വഴിയിൽ ഷഹീദാവുക എന്നാണ്. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്കും എനിക്കും ഷഹാദത്ത് ലഭിച്ചെങ്കിൽ എന്നാണ് എന്റെ ആഗ്രഹം. 3 बच्चियां हैं, छोटी उम्र की बच्चियां हैं, उनके लिए दुआ करें कि अल्लाह ताला उनके नेक नसीब करे। अल्लाह ताला ഭാര്യ എഴുതുന്നു, എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ്. അള്ളാഹു അവർക്ക് വേണ്ടി ശോഭന ഭാവി നൽകുന്നതിനായി ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ സഹായം സംരക്ഷകനുമായി തീരട്ടെ. कोट की 18 अक्टूबर को उनकी शहादत हुई। റിയാസ് അഹമ്മദ് ബസ്ര സാഹിബിന്റേതാണ് 4ാമത്തെ ഷഹാദത്ത്. ചൌധരി മുനീർ അഹമ്മദ് ബസ്ര ഗട്ടിയാലിയ ജില്ല സിയാൽകോട്ടിന്റേതാണ്. 18 തീയതിയാണ് ഷഹാദത്ത് നടന്നത്. ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ചൌധരി ഗുലാം റസൂൽ സാഹിബ് ബസ്ര ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. सहाबी अज़म के सहाबी की औलाद में से थे। ചൌധരി ഗുലാം റസൂൽ സാഹിബ് 1958 में कटियालियां कलार तहसील ബസ്രയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു. ഗട്ടിയാലിയയിലാണ് गांव में जिस तरह बाज दुश्मनियां चलती हैं, അദ്ദേഹം ജനിച്ചത്. इनके बड़े भाई को पहले शहीद किया गया था, फिर इनके അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ പരസ്പരം रिश्तेदारों ने ശത്രുത നിലനിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനെ മുമ്പ് ഷഹീദാക്കിയിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങളുടെ ശത്രുത खिदमात और നിലനിന്നിരുന്നു. എന്നാൽ ഇതിലൊന്നും ഇദ്ദേഹം നേരിട്ട് ഉൾപ്പെട്ടിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. इनके എന്നാൽ ജമാഅത്തിന് ചെയ്യുന്ന സേവനങ്ങളും അതിനോടുള്ള ബന്ധവും കാരണമായി ആ പ്രദേശത്തുള്ളവർ ഇദ്ദേഹത്തിന്റെ की जाती दुश्मनी എതിരായിരുന്നു. പ്രത്യേകിച്ച് പുതുതായി ആ പ്രദേശത്ത് വന്ന ചില മൗലവിമാർ ഇദ്ദേഹത്തിന്റെ ശത്രുക്കളെ ഇളക്കിവിടുകയും नहीं था, हमने इसलिए വ്യക്തിപരമായ ശത്രുതയെ മതത്തിന്റെ പേരിലാക്കി അദ്ദേഹത്തെ വധിക്കുകയാണെങ്കിൽ ആരും ചോദിക്കില്ല, ചോദിച്ചാൽ കാദിയാനിയാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊന്നതാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇളക്കിവിടുകയുണ്ടായി. ഏതായിരുന്നാലും ഒക്ടോബർ 18 വ്യാഴാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം ഡ്യൂട്ടി നൽകുന്ന ഖുദ്ദാമിനൊപ്പം ഇരുന്നു. इसके नतीजे में അതിനുശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ അജ്ഞാതരായ ആളുകൾ പിടിച്ച് 4 साल വെടിവെച്ചു. ഇത് കാരണം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. कटियालियां रहे। ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു. 4 വർഷം ഖായിദ് മജ്ലിസ് ഗട്ടിയാലിയ ആയി സേവനമനുഷ്ഠിച്ചിട്ടു. 6 വർഷം വരെ ഉമൂമിയായി പ്രവർത്തിച്ചു. സെക്രട്ടറി ഉമൂർ ആമയായി ഗട്ടിയാലിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൻസാറുള്ളയുടെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. वाले बड़ा जोश भी था, ജമാഅത്തിനോട് നല്ല സ്നേഹമുള്ള ആളായിരുന്നു. बुलंद फरमाए, നിസാമെ ജമാഅത്തിനെ നല്ല രീതിയിൽ അനുസരിച്ചിരുന്നു. सब्र और हिम्मत
ഖിലാഫത്തിനോട് സ്നേഹമുള്ള ആളും ആവേശമുള്ള ആളുമായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, और भी ऐलान करो കുട്ടികൾക്ക് ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. साथ इनके जनाजे ശുഹദാക്കളെ കുറിച്ചുള്ള भी अदा किए जाए। വിവരണമായിരുന്നു ഇത്. एक हैं ഇതുകൂടാതെ 2 ജനാസ കൂടി നമസ്കരിക്കുന്നതാണ്. ഈ ശുഹദാക്കളോടൊപ്പം ഇവരുടെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. आए थे 9 अक्टूबर को हार्ट अटैक से ഒന്ന് അബ്ദുറഹ്മാൻ इन्ना അൽ ജവാലി സാഹിബ്, സൗദി അറബ്. 2010 में നൗബായി ആയിരുന്നു. ഹാർട്ട് അറ്റാക്ക് മുഖേനയാണ് വഫാത്തായത്. 47 വയസ്സായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2010 ജൽസ സാലാന ബ്രിട്ടനിൽ വന്നിരുന്നു. उनके मुल्क में बहुत നിശബ്ദ പ്രകൃതനും കാര്യങ്ങളെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുമായിരുന്നു. അഹമ്മദിയത്തിന്റെ പുരോഗതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടെന്ന് പറയുമായിരുന്നു. അഹമ്മദിയത്ത് മാത്രമാണ് അവരുടെ वो गरीब वाकया ഏക രക്ഷാമാർഗം എന്ന് പറയുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സത്യാന്വേഷിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസാനം അഹമ്മദിയത്ത് എന്ന അനുഗ്രഹം ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ വിശ്വാസം സുദൃഢമായിരുന്നു. വീട്ടിലും പുറത്ത് കാണുന്നവരെ ഒക്കെയും തബ്ലീഗ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി പറയുന്നു, ഇവരെ ഇനി തബ്ലീഗ് ചെയ്യേണ്ട കാര്യമില്ല, അഹമ്മദിയത്തിനെ കുറിച്ച് ഇവർക്കെല്ലാം അറിയാം, എന്നാൽ സ്വീകരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇനി ഇവരുടെ കാര്യം അള്ളാഹുവിന് വിടാം. ഇവിടെ വന്നപ്പോഴും വളരെ നല്ല ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിച്ചിരുന്നു. സൗദി അറേബ്യയിലെ हम गवाही തന്നെ ഒരു നൗമുബായി ഇദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നു. मुतमईन और हर वक्त जिक्र നമ്മുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഒരു दुनिया उनकी नजर രോഗവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം വഫാത്താവുകയാണ് ഉണ്ടായത്. സർവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്ന് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു. സൽസ്വഭാവിയും സൽപ്രകൃതക്കാരനും എപ്പോഴും ദൈവസ്മരണയും സലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുമായിരുന്നു. ലോകം അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നുമല്ലായിരുന്നു. സാധുക്കളെ സഹായിച്ചിരുന്നു, സദക്കകൾ നൽകിയിരുന്നു. ബയ്യത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഹൃദയം ദുനിയാവിൽ നിന്നും പൂർണ്ണമായി മുക്തമായി കഴിഞ്ഞിരുന്നു. 2ാമത്തെ ജനാസ ഇസ്സത്ത് അബ്ദുസമീർ മുഹമ്മദ് ജലാൽ സാഹിബ് മിസ്രിയാണ്. 11 ഒക്ടോബറിലാണ് ഇദ്ദേഹം വഫാത്തായത്. इज्जत अब्दुल समीर साहब ഖാലിദ് സാഹിബ് മിസ്രിന്റെ പിതാവായിരുന്നു. ഖാലിദ് സാഹിബ് എഴുതുന്നു, എന്റെ പിതാവ് शुरू में जमात के मुखालिफ थे, ഇസ്സത്ത് അബ്ദുസമീർ സാഹിബ് अपनी शदीद ഒക്ടോബർ 11 വഫാത്തായി. എന്റെ മാതാപിതാക്കൾ തുടക്കത്തിൽ ജമാഅത്തിനെ എതിർത്തിരുന്നു. എന്നാൽ എന്റെ കഠിന ശത്രുവായ मुखालिफ भाई സഹോദരൻ मुकर्रम मोहम्मद से जमात की सदाकत पर गुफ्तगू होती तो सुनकर कहने लगे മുഹമ്മദുമായി സത്യസാക്ഷ്യ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ तस्सुस करने की जरूरत नहीं। दो അത് കേട്ട് പറഞ്ഞു, कंधे की हड्डी टूट गई। ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങളാണ്. ബയ്യത്ത് ഫോം പൂരിപ്പിക്കേണ്ട കാര്യമില്ല. आने वाले 2009 പിതാവിന്റെ തോള് പൊട്ടി. അപ്പോൾ അദ്ദേഹം കുറച്ചുകാലം എന്റെ അടുത്ത് താമസിച്ചു. ഈ അവസരത്തിൽ MTA കാണുമായിരുന്നു. എന്നെ കാണാൻ വരുന്ന അഹമ്മദികളുമായി പരിചയപ്പെട്ടു. ഇങ്ങനെ തൃപ്തി കൈവന്ന ശേഷം 2010 ബയ്യത്ത് ചെയ്തു. സ്വാത്വികനും താജ്ദ് കൃത്യമായി നമസ്കരിക്കുന്ന ആളുമായിരുന്നു. കുട്ടികൾക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും സുന്നത്തിനെ പിൻപറ്റാനും പഠിപ്പിച്ചു. 1998 ആദ്യമായി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഹജ്ജ് ചെയ്തു. അപ്പോൾ ഞാൻ അഹമ്മദി ആയിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു ഇവരുടെ പദവികൾ ഉയർത്തട്ടെ. മക്കളെക്കുറിച്ചും പ്രദേശവാസികളെക്കുറിച്ചുമുള്ള ഇവരുടെ സദുദ്ദേശങ്ങളെ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان
وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.